വാണിജ്യ പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടുന്നു. വരാനിരിക്കുന്ന മെയ് 6-ാം തീയതി നടക്കുന്ന സമരവുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതാക്കൾ അഭ്യർത്ഥിച്ചു. അമിതമായ ഗ്യാസ് വില വർധനവ് ഹോട്ടൽ വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇന്ധനവില ഉയരുന്നതോടെ ഭക്ഷണ സാധനങ്ങൾക്ക് അനിയന്ത്രിതമായ തോതിൽ വില വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് ഹോട്ടൽ ഉടമകളും പൊതുജനങ്ങളും തമ്മിലുള്ള നല്ല ബന്ധം തകരാൻ കാരണമാകുമെന്നും നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2026 മെയ് 6-ാം തീയതി ബുധനാഴ്ച കേരള സംസ്ഥാനമൊട്ടാകെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കടയടപ്പ് സമരം നടത്തുകയാണ്. നമുക്കറിയാമല്ലോ, അന്യായമായ രീതിയിലുള്ള അതിക്രൂരമായ രീതിയിലുള്ള യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാത്ത രൂപത്തിൽ പാചകവാതക വില വർധന അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ 1200 രൂപയോളം ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ അത്രമേൽ പ്രതിസന്ധിയോടുകൂടി നിലനിൽക്കുന്ന ഈ മേഖലയെ വീണ്ടും അടച്ചുപൂട്ടലിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പാചകവാതക വർധനവിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൂചനാ സമരം എന്നുള്ള രീതിയിലാണ് 2026 മെയ് 6-ാം തീയതി ബുധനാഴ്ച പുലർച്ചെ 12 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അന്യായമായ വില വർധന പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് 1200ഓളം GST അടക്കം 993 പ്ലസ് GST എന്ന നിലക്കാണ് 1200 രൂപയോളം നമുക്ക് വില വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അന്നേ ദിവസം വിദ്യാർത്ഥികൾ, പൊതുസമൂഹം ഈ സമരത്തിനോട് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. വളാഞ്ചേരിയിൽ നടന്ന യോഗത്തിൽ KHRA സംസ്ഥാന സമിതി അംഗം KC ഉബൈദ, വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കാസിം അൽതാസ, സെക്രട്ടറി അൻവർ മുളമുക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. അശാസ്ത്രീയമായ ഈ വില വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് അസോസിയേഷന്റെ തീരുമാനം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.